വീണ്ടും ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇടുക്കി മറയൂർ ചന്ദന റിസർവിൽ പുലിയെ കണ്ടെത്തി. നാച്ചിവയൽ കുപ്പനോട ഭാഗത്താണ് പുലിയെ കണ്ടത്. ജനവാസ മേഖലയിലേക്ക് പുലി ഇറങ്ങാനുള്ള സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം പുലിയെ കൂടുവച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, പുലിയുടെ വ്യക്തമായ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. മറയൂർ ചന്ദന റിസർവ് ഭാഗത്തായാണ് ഈ പുലിയെ കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ആൽവിൻ ചേരുന്നുണ്ട്. ആൽവിൻ, സാധാരണ മട്ടിൽ ഈ ചന്ദന റിസർവിലൊക്കെ പുലിയെ കണ്ടെത്തിയില്ലെങ്കിലാണ് വലിയ വാർത്ത. പക്ഷേ ഇതിപ്പോൾ നാട്ടുകാർക്ക് ഭീതിയുണ്ട്. അടുത്ത് ജനവാസ മേഖലയോട് അടുത്താണ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ എന്താണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്? ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ പുലിയുടെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം കാര്യം. ചന്ദന റിസർവില് മരത്തിലിരിക്കുന്ന ഒരു പുലിയാണ് കഴിഞ്ഞ ദിവസം ദൃശ്യമായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വാച്ചർമാർ, രാത്രി നൈറ്റ് വാച്ചർമാരായിട്ടുള്ള ആളുകൾ പുലിയെ കണ്ടതായും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചന്ദന മരങ്ങളുടെ സംരക്ഷണത്തിനായി ഏർപ്പെട്ടിരിക്കുന്ന വാച്ചർമാരാണ്. അവർക്ക് ഈ ഒരുപക്ഷെ വലിയ ഭീതിയുണ്ട് ഈ റിസർവിനുള്ളിൽ പുലിയെ കണ്ടത്, ഒരു പ്രദേശത്തേക്ക് വന്നത് എന്നുള്ളതാണ്. അടുത്ത കാലത്തെങ്കിലും അത്തരത്തിലൊരു സാന്നിധ്യം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ജനവാസ മേഖലയ്ക്ക് അടുത്താണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ആനക്കൽപ്പെട്ടി, നാച്ചിവയൽ, ഊരുവാസൽ, മൈക്കൽഗിരി, ചിന്നവര, പള്ളനാട് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെയും ഈ റിസർവിനോട് അടുത്തുള്ള പ്രദേശങ്ങളാണ്. സ്വാഭാവികമായും ആ പ്രദേശങ്ങളിലേക്ക് പുലി ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ ഭീതി ജനങ്ങളിലുമുണ്ട്, അടുത്തുള്ള ആളുകളിലുമുണ്ട്. ഈ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പലതവണയായി പുലിയെ 2 ദിവസങ്ങളിൽ കണ്ടു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പുലിയെ കൂടുവെച്ച് പിടികൂടണം എന്നുള്ള ഒരു ആവശ്യമാണ് നാട്ടുകാർ പറയുന്നത്. വാച്ചർമാർക്കും വാച്ചർമാരും അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്, വനംവകുപ്പിനോട് തന്നെ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നത് താൽക്കാലിക വാച്ചർമാരാണ്. അവർ ഈ ചന്ദന മരങ്ങളുടെ സംരക്ഷണത്തിനായി ഉള്ള വാച്ചർമാരാണ്. അവർക്ക് മറ്റ് ആയുധങ്ങളോ മറ്റ് സംരക്ഷണ കവചങ്ങളോ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. രാത്രികാലങ്ങളിൽ അവർ ഭീതിയിലാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പുലിയെ കണ്ടെത്തി കൂടുവെച്ച് പിടികൂടാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അത്തരത്തിലേക്കുള്ള ആവശ്യവും വനംവകുപ്പിന് മുന്നിലേക്ക് അവർ വെക്കുന്നു. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.